പാസ്റ്റർ ജോൺ കെ മാത്യുവിൽ നിന്ന് നമുക്ക് ദൈവവചനം കേൾക്കാം. എല്ലാ ദൈവജനങ്ങളും പ്രാർത്ഥനാപൂർവ്വം കർത്താവെ എന്നോട് അരുളി ചെയ്യണമേ എന്നുള്ള ഏകചിന്തയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ അനുഗ്രഹം പ്രാപിച്ച് മടങ്ങി പോകാനായിട്ട് സാധിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. അനുഗ്രഹീതമായ രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. आशीषित रात के समय के लिए मैं परमेश्वर के नाम की स्तुति करता हूं और महिमा करता हूं. ഈ മനോഹരമായ രാത്രിയിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ 86ാമത് ജനറൽ കൺവെൻഷനിൽ ആയിരക്കണക്കിന് വിശുദ്ധന്മാരോടൊപ്പം ഒരുമിച്ചായിരിക്കാനും വാഴ്ത്തപ്പെട്ടവനായ എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും എനിക്ക് ലഭ്യമായ നല്ല അവസരത്തിനായി ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. मैं परमेश्वर का धन्यवाद करता हूं इस 86वें कन्वेंशन के लिए हजारों की संख्या में आए प्रभु के दास लोग और संत लोगों के साथ मिलकर आराधना करने का इस तरह से मौका मुझे भी दिया. मैं परमेश्वर का धन्यवाद करता हूं. ഇന്ന് രാത്രികാലത്തെ ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യനായ കർത്തൃദാസൻ പാസ്റ്റർ ടി സി കോശി അവർക്ക് ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. इस मीटिंग के अध्यक्ष पास्टर टी सी कोशी को मैं अपने तरफ से यीशु मसीह के नाम पे स्वागत करता हूं और धन्यवाद करता हूं. IPC जनरल प्रेसिडेंट रेवरेंड डॉक्टर KC जॉन, जनरल सेक्रेटरी रेवरेंड डॉक्टर वल्सन एब्രഹാം, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സീനിയർ ജനറൽ മിനിസ്റ്റർ, ഞാൻ പിതൃതുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ TS എബ്രഹാം അവറുകൾ, ഈ പ്രിയപ്പെട്ട കർത്തൃദാസന്മാർക്ക് ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ വിശേഷാൽ അറിയിക്കുന്നു. मैं खास करके धन्यवाद करता हूं हमारे IPC के सीनियर मिनिस्टर्स जैसे पास्टर KC जॉन, पास्टर T विल्सन अब्राहम और अपने पिता के समान मैं प्रेम देने वाला पास्टर TS अब्राहम को भी अपने दिल से आभारी व्यक्त करता हूं और उनका धन्यवाद करता हूं. ഒരു പുരുഷായുസ് മുഴുവൻ കേരളക്കരയിൽ മാത്രമല്ല, ഇന്ത്യയുടെ അനവധി ഭാഗങ്ങളിൽ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച അഭിവന്ദ്യരായ അനവധി കർത്തൃദാസന്മാർ ഇന്ന് രാത്രികാലം ഈ വേദിയിലുണ്ട്. അവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. मैं प्रभु का धन्यवाद करता हूं प्रभु के दासों के लिए जिन्होंने अपना थोड़ा समय केरला में बिताया, बाकी समय केरला से बाहर के प्रदेशों में प्रभु की सेवकाई में लगे हुए हैं. उनको भी याद करके प्रभु के नाम में स्वागत करता हूं. സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. आए हुए सभी आप भाई बहनों के लिए भी यीशु मसीह के नाम से मैं आपका धन्यवाद करता हूं. എനിക്ക് പിന്നാലെ ബഹുമാന്യനായ കർത്തൃദാസൻ പാസ്റ്റർ സണ്ണി കുര്യൻ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. ആ ദൈവദാസനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. मेरे बाद में आदर पूर्वक पास्टर सनी जो है वो परमेश्वर के वचन से प्रचार करेंगे. उनका भी मैं परमेश्वर के नाम से स्वागत करता हूं. ബഹുമാന്യനായ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫലശൂന്യമായ ഭൂതകാലത്തിൽ നിന്ന് ഫലപ്രദമായ ഒരു ഭാവി കാലം എന്നതാണ് ഇന്ന് രാത്രിയിലത്തെ നമ്മളുടെ പ്രതിപാദ്യ വിഷയം, എനിക്കുള്ള പ്രസംഗ വിഷയം. जिस प्रकार हमारे अध्यक्ष ने कहा मेरा प्रचार का विषय है एक ऐसा निष्फल पूर्व काल से सबक लेकर हम कैसे एक आने वाले फलवंत भविष्य के बारे में सीख सकते हैं. അല്പസമയത്തെ ചിന്തയ്ക്കായി തിരുവെഴുത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 24-ഉം 25-ഉം വാക്യങ്ങൾ. इसके लिए यूहन्ना रचित सुसमाचार उसका 12 अध्याय और उसका 24 और 25 वचन को हम पढ़ेंगे. ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. मैं तुमसे सच सच कहता हूं कि जब तक गेहूं का दाना भूमि में पड़कर मर नहीं जाता वह अकेला रहता है, परंतु वह मर जाता है तो बहुत फल लाता है. जो अपने प्राण को प्रिय जानता है वह उसे खो देता है, और जो इस जगत में अपने प्राण को अप्रिय जानता है वह अनंत जीवन के लिए उसकी रक्षा करेगा. നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണിത്. നിങ്ങൾ ഇതിൽ നിന്ന് അനവധി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് എന്നെനിക്ക് ഉറപ്പുണ്ട്. हम सब लोगों के इस आयत के बारे में जाना पहचाना है और कई बार इस आयत से या इस वचन से हमने कई भाषण को कई संदेशों को सुना होगा. ഈ ലോകത്തിന്റെ തത്വശാസ്ത്രത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു തത്വശാസ്ത്രമാണ് യേശു ഈ ലോകത്തെ പഠിപ്പിച്ചത്. इस दुनिया के तत्व चिंताओं से या तत्व शास्त्रों से बदलकर यीशु मसीह ने अपने चेले लोगों को एक अलग प्रकार का तत्व को सिखाया. യേശുക്രിസ്തു ലോകത്തെ പഠിപ്പിച്ചു, നിങ്ങൾ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ
അതിനൊറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾ ഏറ്റവും ഒടുവിലത്തെ ആളാകാൻ താല്പര്യപ്പെടണം. यीशु मसीह ने अपने चेलों को यह सिखाया, अगर तुम पहला बनना चाहते हो तो सबसे पहले यह करना, तुम सबसे पीछे के कतार में നിങ്ങൾ ആരെയെങ്കിലും കീഴടക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കീഴ്പ്പെടുവാൻ മനസ്സുണ്ടായിരിക്കണം. अगर आप किसी को अपने नीचे करना चाहते हैं तो सबसे पहले आप उनके अधीन में होना. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ പരാജയപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ വാസ്തവമായി ഭൂമിയെ അവകാശമാക്കും. जो व्यक्ति लोग संयम रखते अपने जीवन में, उनको घबराने की जरूरत नहीं, ये भूमि के अधिकारी वही लोग होंगे. യേശുവിന്റെ ജീവിത തത്വശാസ്ത്രം ഈ ലോകത്തിൻ്റെതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. यीशु मसीह का जीवन का जो तत्व शास्त्र है इस दुनिया के तत्व शास्त्रों से कुछ भिन्न है, कुछ अलग है. ഇവിടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും ഫലം കായ്ക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് വെറുതെ ശേഷിക്കുന്നു, ചത്തുവെങ്കിലോ വളരെയേറെ ഫലം കായ്ക്കുവാൻ ഇടയാകുന്നു. ഹല്ലേലൂയ. यहाँ पर हमारा प्रभु यीशु मसीह इस प्रकार कहता है, अगर कोई फलदायक बनना चाहता है तो वो कहता है कि जब तक गेहूं को दाना भूमि में पड़कर मर नहीं जाता वे अकेला रहता है, परंतु जब सड़ जाता है और मर जाता है तो बहुत फल लाता है. വിശുദ്ധ പൗലോസ് യേശുവിൻ്റെ ജീവിത മാതൃക സ്വന്തം അനുഭവമാക്കുവാൻ ആഗ്രഹിച്ച ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ യേശുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവീൻ. संत पौलुस ने यीशु मसीह के अच्छे उदाहरण को अपने जीवन में स्वीकारा, उसके अनुसार चला. इसलिए पौलुस कहता है, जैसे मैं मसीह के पीछे चलता हूं तुम भी मेरे अनुयायी बनो. പൗലോസിന്റെ ജീവിതത്തിന് വ്യക്തമായി തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു ഭൂതകാലവും पौलुस के जीवन में एक ऐसा समय जो बीत गया, वो पूर्व काल के बारे में उसने अच्छा से समझा. അവന്റെ ജഡസ്വഭാവത്തിനുണ്ടായ മരണവും പിന്നീട് അവൻ എത്രയധികം മെച്ചമായി ഫലം കായ്ക്കുന്ന ഒരു ഭാവി കാലത്തിലേക്ക് നടത്തപ്പെട്ടുവെന്ന് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. शारीरिक रूप से उसकी मृत्यु और उसके बाद भविष्य में एक कैसे फलदायक जीवन को वो जिएगा, उसके बारे में पवित्र शास्त्र से हम देख सकते हैं. യേശുവിനെ അറിയുന്നതിന് മുമ്പ് പൗലോസിന്റെ ജീവിതത്തിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായി ഉണ്ടായിരുന്നതായി താൻ അവകാശപ്പെടുന്നത്. कई लोग इस प्रकार कहते हैं कि पौलुस के जीवन में यीशु मसीह को जानने से पहले 3 मुख्य बातें थी. ഒന്ന്, അവൻ കുല നിശ്വസിച്ചിരുന്നു. അവന്റെ ഉച്ഛ്വാസ വായുവിൽ പോലും മരണമടങ്ങിയിരുന്നു. और कई बार इस बात को देखा जा सकता है, उसके शरीर के अंदर या जो श्वास जो लेता था उसके अंदर भी मृत्यु थी. 2, അവൻ ഭ്രാന്ത് പിടിച്ച് എങ്ങനെയെങ്കിലും നസ്രായന്റെ മാർഗത്തെ നശിപ്പിക്കണം, അതൊരു ജീവിത ലക്ഷ്യമാക്കി ഭ്രാന്തനെ പോലെ നടന്ന വ്യക്തിയാണ്. दूसरी बात, वो ऐसा पागल था कि यीशु नासरी के मार्ग को किसी भी प्रकार से समाप्त करने के लिए वो पागल बना हुआ था. 3, അവന്റെ ജീവിതത്തെ കുറിച്ച് അവൻ പറയുന്നത് ഞാൻ ഒരു ദൂഷകനായിരുന്നു എന്നാണ്. तीसरी बात, वो अपने जीवन में इस प्रकार कहता है, मैं दूसरों से घृणा या भेदभाव रखने वाला व्यक्ति था. എന്നാൽ ഈ സ്വഭാവങ്ങളുടെ എല്ലാം ഉടമയായിരുന്ന വ്യക്തിയെ ഒരിക്കൽ നസ്രായനായ യേശു സന്ദർശിച്ചിട്ട് പറഞ്ഞു, ആമേൻ. മുള്ളിനോട് നീ ഉദയ്ക്കരുത്, അത് നിനക്ക് അപായകരമായി തീരും. മാത്രമല്ല ഫലശൂന്യമായ ഒരു ഭൂതകാലത്തിലേക്കല്ല ഞാൻ നിന്നെ കാണുന്നത്, രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും മുമ്പിൽ എൻ്റെ മാറ്റമില്ലാത്ത വചനം സധൈര്യം വിളിച്ചറിയിക്കുവാനുള്ള ഒരു മാനപാത്രമായി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാൽ നിന്റെ ജീവിത ശൈലി നീ മാറ്റിയെങ്കിലേ മതിയാകൂ. ഹല്ലേലൂയ. यीशु मसीह ने उससे कहा, तू कांटों से खेल रहा है, ये तेरे लिए अच्छा नहीं है. यीशु मसीह वहां पर उसके भूतकाल के बारे में नहीं, परंतु ऐसा कहना चाहता था कि तुझे राजाओं के सामने, हाकिमों के सामने, न्यायियों के सामने मेरे सुसमाचार प्रचार करने के लिए खड़ा होना पड़ेगा. വ്യക്തമായ ഒരു ലക്ഷ്യത്തിനു വേണ്ടി, വ്യക്തമായ ഒരു കാരണത്തിനു വേണ്ടി ജീവിതം സമ്പൂർണമായി സമർപ്പിക്കുവാൻ കഴിയുക, അതാണ് ഈ മരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. मेरे प्रिय भाई और बहनों, मरने का मतलब यह है कि जिस काम के लिए, जिस लक्ष्य के लिए हम निकले हैं उस लक्ष्य को पूरा करना. മാരത്തോൺ യുദ്ധത്തിൽ ഗ്രീസിന്റെ വിജയം അറിയിക്കുന്നതിനു വേണ്ടി ഏതൻസ് വരെ 25 മൈൽ ഒറ്റ ഓട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഓടിയെത്തി. मैराथन का जो दौड़ होता है, जो ग्रीस में होता है, वहां पर उस दौड़ में 25 किलोमीटर का जो दौड़ रखा गया था उसमें एक व्यक्ति विजय हुआ.